ഹായ് ഫ്രണ്ട്സ്, മാർച്ച് മാസം തുടങ്ങിയ പിന്നെ മൊത്തം എക്സാം സീസൺ ആയല്ലേ. ഇവിടെയും വീട്ടിലും രണ്ടുപേർക്ക് എക്സാം തുടങ്ങി കേട്ടോ. അപ്പോൾ എക്സാം തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ ഇന്നലെ രാത്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് രാവിലെ അവർക്ക് ലഞ്ചിന് കൊടുക്കാൻ വേണ്ടി ഒരു ഈസി പനീർ ബിരിയാണി ഉണ്ടാക്കാമെന്നേ. ഞാനിവിടെ 500 ഗ്രാം പനീറാണ് എടുത്തത്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കിട്ട് തിരിച്ചും മറിച്ചും എടുത്ത് അത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാവേ. വലിയ സവോള ആയതുകൊണ്ട് ഞാൻ 2 സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതാണെങ്കിൽ നമുക്ക് 3-4 സവോള എടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാ സ്പൈസസും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്നൊന്ന് വാടി വരാൻ ഇത് ഹെൽപ്പ് ചെയ്യുവേ. സവോളയെല്ലാം വാടി വന്നപ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഉടഞ്ഞു വരണേ. അതൊന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് 2 സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല ഇടാം. ഗരം മസാല, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇതെല്ലാം ഓരോ സ്പൂണാണ് ഇട്ടത് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ടെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്തു. ഈ സമയത്ത് ഗ്രീൻ പീസോ ക്യാരറ്റോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ആഡ് ചെയ്യാവേ. ഗ്രീൻ പീസ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പനീറുണ്ടല്ലോ അത് ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തേ. ഞാനിവിടെ എടുത്തത് ബസുമതി റൈസാണ്. 2 ഗ്ലാസ് ബസുമതി റൈസാണ് ഞാൻ എടുത്തത്. അത് ആഡ് ചെയ്തിട്ട് 2 ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ച് വെയിറ്റും കൂടെ വെച്ചിട്ട് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ വെള്ളം എല്ലാം കറക്റ്റാണ്. നമ്മൾ ഈ സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആവും. ജുവാനും ജേഡനും ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ റൈത്തയുടെ കൂടെയാണ് ഇത് പാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.